പന്നിമാംസം എന്ന് പറഞ്ഞ് കുഴിച്ചിട്ട ഷാജൻ ഷാമൂൽ എന്ന ഗുണ്ടയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തു. കാഞ്ഞാർ SI ബൈജു കെ പൗലൂസാണ് ആ മൃതദേഹം കണ്ടെത്തിയത്. അദ്ദേഹം മൂലമറ്റം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കോളനിക്കടുത്ത് തേക്കുംകൂപ്പിൽ ഈ ഇൻഫർമേഷൻ കിട്ടി 1-2 ദിവസം അവിടെ മുഴുവൻ തപ്പി നടന്നിട്ട് അദ്ദേഹത്തിന് ഇത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ആ സ്ഥലത്ത് കൂടെ പോയപ്പം വളരെ രൂക്ഷമായ മൃതദേഹം ചീഞ്ഞ ഗന്ധം അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ അത് ലൊക്കേറ്റ് ചെയ്തു. അത് ലൊക്കേറ്റ് ചെയ്യാൻ കാരണം അത് ഓട്ടോറിക്ഷയിലെ അത് മേലുകാവിലിൻ്റെ പരിസരത്ത് നിന്ന് ഒരു ഓട്ടോറിക്ഷ വന്ന് ഓട്ടം രാത്രി 10 മണിക്ക് മൂലമറ്റം വരെ കൊണ്ടുവന്ന് പന്നിമാംസമാണ് എന്ന് പറഞ്ഞ് 4-5 പേര് ഓട്ടോയിൽ നിന്ന് ഈ തേക്കുംകൂപ്പിൽ ഇറക്കി. അപ്പോൾ ആ വലിയ ഭാരമുള്ള എന്തോ ആണ് ഇറക്കുന്നതെന്നും ഓട്ടോയുടെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അതിലൊരു ഭാഗത്ത് കറുത്ത മുടി പോലെ കണ്ടപ്പം അത് പന്നിയുടെ രോമമായിരിക്കും എന്ന് ഓട്ടോ ഡ്രൈവർ കരുതി. എങ്കിലും സംശയം തോന്നി. 5 പേര് ഓട്ടോയിൽ നിന്ന് ഇറക്കിയിട്ടും അത്ര വെയിറ്റ് ഉണ്ടെന്ന് തോന്നി. അത് അദ്ദേഹത്തിന് സംശയം തോന്നിയിട്ടുകൊണ്ടാണ് പിതാവിൻ്റെ അടുത്ത് പറഞ്ഞ്, പിതാവ് കാഞ്ഞാർ SIയുടെ അടുത്ത് പറഞ്ഞ് ഇങ്ങനൊരു സംഭവമുണ്ട്, അത് സംശയമാണ് എന്ന് പറഞ്ഞപ്പം കാഞ്ഞാർ SI അവിടെ വന്ന് അവിടെ മുഴുവൻ പരിശോധിച്ചിട്ട് കണ്ടെത്തിയില്ല. അടുത്ത ദിവസം വീണ്ടും വന്നു. അങ്ങനെയാണ് അത് കണ്ടെത്തിയത്. പ്രതികൾ ആ 5 പേര് ആണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. 5 പേരും അവിടെ കൊണ്ട് ഇറക്കിയിട്ട് ഞങ്ങൾ മാംസം കുഴിച്ചിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞ ഓട്ടോക്കാരനെ അവിടുന്ന് പറഞ്ഞു വിട്ട ശേഷമാണ് അവർ തേക്കുംകൂപ്പിലെ കുഴിയെടുത്ത് ഈ മൃതദേഹം അതിനുള്ളിൽ നിക്ഷേപിച്ചത്. മേലുകാവുകാരനായ ഷാജൻ ഷാമുവൽ 10-30 കേസിലെ പ്രതിയാണ്. ആ വിവരങ്ങളൊക്കെ നാട്ടുകാർക്കറിയാം, പോലീസിനറിയാം. ഇയാളെ ഇപ്പം കൊലപ്പെടുത്താൻ കാരണം ഇയാളുടെ വൈരികളായ 6 പേരെ അവരെ ഇയാൾ കൊലപ്പെടുത്തും എന്ന് ഡിക്ലെയർ ചെയ്തു. അങ്ങനെ വീമ്പിളക്കി. ഇവർക്ക് ഭയമായി. ഇയാളെ ഏത് രീതിയിലെങ്കിലും കൊലപ്പെടുത്തണമെന്ന് ഇവർ കരുതി. ഇയാൾ നേരത്തെ അറക്കുളം കാഞ്ഞാറ് ഭാഗത്ത് ഇയാൾ വണ്ടി കയറ്റി ഇയാളെ എതിർത്ത ആൾക്കാരെ കൊല്ലാൻ ശ്രമിച്ചപ്പം കാറിനുള്ളിൽ നിന്ന് തോക്കെടുത്ത് അവരെ വെടിവെച്ച വ്യക്തിയാണ്. നേരത്തെ തുടക്കത്തിലെ ഒരു കൊലപാതകമുണ്ട്. പല ആൾക്കാരെ വെട്ടിയ ധാരാളം കേസുകളുണ്ട്. 30ഓളം കേസിനകത്ത് പ്രതിയാണ്. എന്തും ചെയ്യാനുള്ള മനസ്സുള്ളയാളാണ്. കാപ്പക്കേസിലെ പ്രതിയായിരുന്നു. അതുകൊണ്ട് ഇവരെ ഓരോരുത്തരെയും ഇയാൾ കൊന്നെടുക്കും എന്നുള്ള ആ ഭയം കൊണ്ട് അവര് ഇയാളെ ഉറക്കത്തിൽ തലക്കടിച്ചു കൊന്നു എന്നാണ് പറയുന്നത്. അത് വാഗമൺ പരിസരത്ത് വെച്ചാണ് ഇയാളെ കിട്ടിയത്. അവിടെ വെച്ച് ഇവർ കൊന്നു. അതിനുശേഷം ഇയാളെ മൂലമറ്റത്തെ തേക്കുംകൂപ്പിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നാണ്. എന്തായാലും ഈ പ്രതികളെപ്പറ്റി ചില വിവരങ്ങൾ കാഞ്ഞാർ SI കിട്ടി. അങ്ങനെ പ്രതികളെ തപ്പിപ്പോയപ്പം അടിച്ചു പൂസായി റോഡ് സൈഡിൽ നിന്ന ഷാരോൺ ബേബി എന്ന ആളെ ആദ്യം കണ്ടെത്തി. അയാൾ മദ്യപിച്ച് റോഡ് സൈഡിൽ നിൽക്കുകയായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്തതോടുകൂടി അയാളാണ് വിവരങ്ങളെല്ലാം പറഞ്ഞത്. അങ്ങനെ സുഹൃത്തുക്കളായ അശ്വൻ കണ്ണൻ, ഷിജു, അഖിൽ രാജു, മനോജ് ഏലപ്പള്ളിക്കാരൻ, പ്രിൻസ് അജേഷ് എന്നീ 5 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇവര് വാഗമണിൽ നിന്ന് ഇവർ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഏതായാലും അത് തടഞ്ഞു. 6 പേരെ ഇപ്പം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ആളെ കൊന്ന് അവരവിടെ കുഴിച്ചു മൂടിയെങ്കിലും അത് ഓട്ടോക്കാരൻ്റെ ഒരു സംശയത്തിൻ്റെ പുറത്താണ് പോലീസ് ഇത് അറിഞ്ഞത്. ഇയാളെ കാണാതെ പോയി എന്ന് പറഞ്ഞ് മേലുകാവ് പോലീസ് സ്റ്റേഷനിലെ മെയിൻ മിസ്സിംഗ് ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും മർഡർ നടന്ന വാഗമണ്ണാണ്. വാഗമൺ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. അതുകൊണ്ട് കേസ് ചിലപ്പോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അത് വേണേൽ മേലുകാവിലും വേണേ അന്വേഷിക്കാം, അതുപോലെ കാഞ്ഞാറിലും വേണേ അന്വേഷിക്കാം. ഡെഡ് ബോഡി ഏതായാലും കാഞ്ഞാർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ലഭിച്ചിരിക്കുന്നത്. 3 സ്ഥലത്ത് എവിടെ വേണമെങ്കിലും കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എങ്കിലും കൊലപാതകം നടന്ന വാഗമൺ പോലീസ് സ്റ്റേഷനിലെ പരിധിയിലാണ്. അവിടെ വെച്ചാണ് മർഡർ നടന്നത്.
ഉറക്കത്തിലാണ് ഇയാളെ കൊലപ്പെടുത്താൻ സാധിച്ചതെന്നാണ് അവർ പറയുന്നത്.